സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരുന്നത് പ്രോബബിലിറ്റി ആയിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് പ്രോബബിലിറ്റിന്റെ കുറച്ച് ചോദ്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ഇന്ന് അഡീഷൻ റൂള് നോക്കാനുണ്ട്. അതുപോലെ തന്നെ വി ഹാവ് ടു ഗോ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ റൂള്, കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. സോ ഇതിന് മുമ്പ്, അതായത് നമ്മളുടെ നെറ്റ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, ഒന്നല്ല രണ്ട് ചോദ്യം നമുക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. എ കമ്മിറ്റി is to be constituted question എഴുതിയെടുത്തോളൂ. A committee is to be constituted by selecting two people at random from a group consisting of three economists and four statisticians. I repeat the question. A committee is to be constituted by selecting two people at random. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും its probability. From a group consisting of three economists and four statisticians. Find the probability that the committee will consist of first one, two economists, second one, two statisticians, third one economist and one statisticians. I repeat the question once again. A committee is to be constituted by selecting two people at random from a group consisting of three economists and four statisticians. Find the probability that the committee will consist of. First one, two economists. Second one, two statisticians. Third one economist and one statistician. ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പിൽ മൊത്തം നമുക്ക് 7 പേരാണ് ഉള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്യാം. രണ്ട് ഇക്കണോമിസ്റ്റ്. യെസ്, ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? നമുക്ക് വേണ്ടത് രണ്ട് ഇക്കണോമിസ്റ്റുകളെയാണ് അല്ലെ? ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് വേണ്ടത് രണ്ട് എക്കണോമിസ്റ്റുകളെയാണ്. നമുക്ക് ഈ തന്നിരിക്കുന്ന സെറ്റില് എത്ര എക്കണോമിസ്റ്റുകളുണ്ട്? ഹൗ മെനി എക്കണോമിസ്റ്റ് അതെ? എത്ര എക്കണോമിസ്റ്റുകളുണ്ട്? പറയൂ, എല്ലാരും റെസ്പോണ്ട് ചെയ്യണം. എത്ര എക്കണോമിസ്റ്റുകളുണ്ട്? എല്ലാരും റെസ്പോണ്ട് ചെയ്യണം. ഞാൻ എന്റെ ക്ലാസ്സിൽ ആരും ഉറങ്ങാൻ സമ്മതിക്കാറില്ല. എത്ര എക്കണോമിസ്റ്റുകളുണ്ട്? എത്ര എക്കണോമിസ്റ്റുകൾ? 3 എക്കണോമിസ്റ്റുകളുണ്ട്. ഈ 3 എക്കണോമിസ്റ്റില് is it a combination or something like that? ആണോ? ഇതൊരു കോമ്പിനേഷൻ ആണോ? കോമ്പിനേഷൻ നമ്മൾ പറയപ്പോഴാ മിക്സ്ചർ ആകുമ്പോഴാണ് അല്ലെ? സോ ദിസ് ഇസ് ഒബ്വിയസ്ലി കോമ്പിനേഷൻ. കാരണം എക്കണോമിസ്റ്റും ഉണ്ട്, സ്റ്റാറ്റിസ്റ്റീഷ്യൻസും ഉണ്ട്. സോ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് കോമ്പിനേഷൻ. സോ 3 കോമ്പിനേഷനെ റെപ്രസെന്റ് ചെയ്യാൻ സി. ആൻഡ് ഹൗ മെനി എക്കണോമിസ്റ്റ്? 2 എക്കണോമിസ്റ്റ്. ശ്രദ്ധിച്ചേ, 3 പേരില് 2. ഈ നമുക്ക് വേണ്ട ആൾക്കാരെയാണ് താഴെ എഴുതുക. 2 ഡിവൈഡഡ് ബൈ മൊത്തം എത്ര പേരുണ്ട്? എക്കണോമിസ്റ്റും സ്റ്റാറ്റിസ്റ്റീഷ്യൻസും ഒക്കെ കൂട്ടിയിട്ട് മൊത്തം എത്ര പേരുണ്ട്? ഹൗ മെനി ആർ ദേർ? 7. സോ 7 സി. അതൊന്ന് എത്ര പേരെ എടുക്കണേ? 2 പേരെ. I hope it is clear. Now we are going to solve it. 3 into 2 by 1 into 2. അങ്ങനെയുള്ളൂ 3c2.
by 7 into 6 by 1 into 2. 2 and 2 gets cancelled. 3. 3 by 21. വെട്ടി ചെറുതാക്കാം 1 by 7. Friends, is it clear? Am I clear? All set? Is it clear for all? എല്ലാവർക്കും clear ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. Clear? Okay. Usman sir, is it clear? Clear ആണോ? I hope there is no doubt. Okay. Now moving on to the second part of the question. You are incurred to find out two statisticians. Answer പറഞ്ഞേ. Fast. ചെയ്ത് നോക്കിക്കേ. Same procedure, nothing else. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മാത്തമാറ്റിക്സിന്റെ സ്റ്റാറ്റിയുടെ ഏരിയയിലേക്ക് പോകുന്നത്. മാത്സിലും പഠിക്കാറുണ്ട്, സ്റ്റാറ്റിയിലും പഠിക്കാറുണ്ട്. മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ആണ് ശരിക്കും ഇത്. സ്റ്റാറ്റി എന്ന് പേര് പറയുമെങ്കിലും മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ആണ് ശരിക്കും ഇത് വരുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് സ്റ്റാറ്റിന്റെ ഏരിയയിലും മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലും നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബ്ലെൻഡഡ് അപ്രോച്ച് പഠിക്കാനുണ്ട്. സോ അവിടെ വരുന്ന സമയത്ത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഭാഗം, ഇപ്പൊ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ഒക്കെ പോകുമ്പോഴും ഏറ്റവും ഈസി ആയിട്ടുള്ള ഭാഗം പ്രോബബിലിറ്റി തന്നെയാണ്. പക്ഷെ കാലാകാലങ്ങളായി പ്രോബബിലിറ്റി എല്ലാവരും പേടിപ്പിച്ച് വെക്കുന്നത് കൊണ്ടാണ് പ്രോബബിലിറ്റി ഈസ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ളത് നമ്മുടെ പ്രോബബിലിറ്റിയാണ്. യെസ്, പെട്ടെന്ന് തന്നെ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ എത്ര സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ഉണ്ട്? ഹൗ മെനി സ്റ്റാറ്റിസ്റ്റീഷ്യൻ? 4 സ്റ്റാറ്റിസ്റ്റീഷ്യൻ. ഗുഡ്. 6 by 21. വീണ്ടും കട്ട് ഷോർട്ട് ചെയ്യാലോ മാമ? കട്ട് ഷോർട്ട് ചെയ്യാലോ? സി എത്ര statistician? You have 4 statisticians. Okay, it's a combination because it's a combination of both the economists and statisticians. And you want how many statistician? You need 2 statistician divided by, very good. How many are there? No, is it 3 by 7 or 2 by 7? നോക്കാം. 7 പേരാണ് ഉള്ളത്. സി ഇതിന്റെ അകത്ത് എത്ര പേര്? 2 പേര് അല്ലെ? നമുക്ക് നോക്കാം. ഓക്കെ, 4 into 5 by, yes, തെറ്റിച്ചില്ലേ? മാർക്ക് പോയില്ലേ? എന്താ ചെയ്യാ? വെറുതെ കൊണ്ട് കളയാണ് നമ്മളെ മാർക്ക്. ഇങ്ങനെയാണ് പലപ്പോഴും തെറ്റുന്നത്. 10 you will get 4C2 എന്ന് പറഞ്ഞാ 4 into, എനിക്കും തെറ്റിയല്ലേ? 3 6 by ഇവിടെ 21. When you cancel this, you will get 2 by 7. 2 by 7 will be your right answer. Is it clear? Clear, friends? All set? Clear for all? Am I clear? Is there any doubt? Do you have any doubt? എന്തെങ്കിലും doubt ഉണ്ടോ friends? I suppose there is no doubt. ഒന്നുമില്ല. Okay, let's move on to the next area. നമുക്ക് 1 economist and 1 statistician. 1 economist and 1 statistician. See, or ആണെങ്കിൽ നമ്മൾ പ്ലസ് ചെയ്യും. And ആണെങ്കിൽ you will go for multiplication. Or ആണെങ്കിൽ you will plus it. And ആണെങ്കിൽ you will go for multiplication. See, നമുക്ക് ഇവിടെ എങ്ങനെയാണ്? 3 എക്കണോമിസ്റ്റുകൾ ഉണ്ട്. You have 4 statisticians together. 7 is there. Now what you have to take is, you have to take 1 economist and 1 statistician. Very simple question. ചെയ്തു നോക്കൂ, fast. Fast. Okay. So നമുക്ക് ഇവിടെ എത്ര എക്കണോമിസ്റ്റുകൾ ഉണ്ട്? ഇവിടെ എക്കണോമിസ്റ്റുകൾ എന്ന് പറയുന്നത് we have basically 3 economists. It's combination. ഈ 3 economists ന് എത്ര പേര് എടുക്കുന്നത്? We are taking 1. 3C1. And means multiplication. ഇനി you have statisticians. How many statisticians? 4 statisticians. Again, it is a combination. അതിന്റെ അകത്ത് നിന്ന് എത്ര statistician is being selected? 1 statistician. Divided by total 7. 7. See, how many are selected? 1, 2. രണ്ട് പേരെ select ചെയ്യുന്നു. So 2.
സി 3C1 എന്ന് എഴുതിയാ 3 എന്നാണ് അർത്ഥം. എന്ത് നമ്മൾ എഴുതിയാലും ഈ 1 ആണ് താഴെ കിടക്കുന്നതെങ്കിൽ ഇവിടെ വരുന്ന നമ്പർ ഏതാണോ അത് തന്നെയായിരിക്കും. You can write 3 into 4. In 7C2, how you can write 7 into 6 by 1 into 2. So you will get it as 21 divided by 21. So when you cancel the 7 and the answer will be 4 by 7. Is it clear for all? All set? Is it clear? Am I clear? Please respond. Is it clear? Okay, എല്ലാവർക്കും okay ആണെന്ന് പ്രതീക്ഷിക്കുന്നു. Now വേറൊരു question നമുക്ക് നോക്കാം.